മാടവന ഹെൽത്ത് സെന്ററിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. എറിയാട് പഞ്ചായത്തിലെ മാടവന ഹെൽത്ത് സെന്ററിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് നടപടികൾ ആവശ്യപ്പെട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. നിലവിലുള്ള പഴയ കെട്ടിടം ശോചനീയാവസ്ഥയിലാണെന്നും ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. മാടവന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തി ആശുപത്രി നിലവാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കയ്പമംഗലം, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ, UDF നിയോജകമണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ PK മുഹമ്മദ്, EK സോമൻ, CM മൊയ്തു, ബഷീർ കൊണ്ടാമ്പുള്ളി, CP തമ്പി, KS രാജീവൻ, ഹസീന റിയാസ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ TK അബൂബക്കർ, EA നജീബ്, ഗീത സതീശൻ, AI ഷുക്കൂർ, നാസർ കറുകപ്പാടത്ത്, ഷിയാസ് ഇടവഴിക്കൽ, PK ബാഹുലേയൻ, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇസ്ഹാഖ് ഹുസൈൻ, കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് TA നിസാർ, മണ്ഡലം കമ്മിറ്റി നേതാക്കളായ PK ഹരിദാസ്, വിപിൻ ദാസ്, KA സിദ്ദിഖ്, BB റഹീം, നസീമ സിദ്ദിഖ്, ഷമീന സമദ്, KR റാഫി, അജേഷ് തൈത്തറ തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ അധികാരമേറ്റ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എടുത്ത തീരുമാനം നമ്മുടെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ആശുപത്രിയെ മതിലകം ബ്ലോക്കിന്റെ കീഴിലേക്ക് മാറ്റി. അങ്ങനെയാണ് ഈ ആശുപത്രിയുടെ ഇന്നത്തെ ദുർഗതി തുടങ്ങിയത്. നമുക്കറിയാം, അങ്ങനെ വന്നു. ഇപ്പൊ കുടുംബ ആരോഗ്യ കേന്ദ്രം എന്നാണ് ഇതിന്റെ പേര്. ഫാമിലി ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ മാറി ഇപ്പോൾ കുടുംബ ആരോഗ്യ കേന്ദ്രമായി മാറി. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും ഇല്ലാതായി. എനിക്കറിയാം, ഞാൻ എന്റെ തൊട്ടടുത്ത പ്രദേശത്ത് താമസക്കാരൻ. എന്റെ കുട്ടിക്കാലത്ത് ഒരു പനി വന്നാൽ, ഒരു ജലദോഷം വന്നാൽ എന്റെ രക്ഷിതാക്കൾ കൊണ്ടുവന്നിരുന്ന ഒരു ആശുപത്രിയാണിത്. ഏത് സമയത്ത് വന്നാലും ഡോക്ടർമാരുണ്ടാകും. ഇവിടെ കിടത്തി ചികിത്സയുണ്ട്. ആശുപത്രിയുടെ തൊട്ടപ്പുറത്ത് കാണുന്നത് ക്വാർട്ടേഴ്സ് ആണ്. ഡോക്ടർമാർക്ക് താമസിക്കുവാനുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, നഴ്സുമാർക്ക് താമസിക്കുവാനുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ സൗകര്യങ്ങളൊന്നും ഇന്നില്ല. ഏതാണ്ട് 300-400 രോഗികൾ ദിനം പ്രതി ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ 4 മണി വരെ മാത്രമാണ് ഇന്ന് ഡോക്ടർമാരുള്ളത്. ആവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നില്ല, ലാബ് സൗകര്യങ്ങളില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ എക്സ്റേ മെഷീന്റെ കാര്യം. ഞാൻ ഇവിടുത്തെ HMCയുടെ മെമ്പർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ആശുപത്രിയിൽ ഒരു വലിയ ബോക്സ് വന്നു, മരത്തിന്റെ ബോക്സ്. ആ ബോക്സ് മാസങ്ങളല്ല വർഷങ്ങളോളം ഈ ആശുപത്രിയുടെ വരാന്തയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരിക്കൽ ഇത് വന്ന് ഇതിന്റെ അധികാരികൾ പൊട്ടിച്ചു നോക്കിയപ്പോ അതൊരു എക്സ്റേ മെഷീൻ ആയിരുന്നു. പക്ഷേ കാലപ്പഴക്കം കൊണ്ട് അതിവിടെ ഇവിടെ സ്ഥാപിക്കാൻ കഴിയാത്ത നിലയിലായി. മാത്രമല്ല, എക്സ്റേ മെഷീൻ സ്ഥാപിക്കണമെങ്കിൽ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള കെട്ടിടമോ സ്ഥല സൗകര്യമോ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല.